ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ CMA US എന്ന് പറഞ്ഞൊരു കോഴ്സ് പഠിക്കാൻ നമുക്ക് എത്ര രൂപയാവും? നിലവിൽ ഇപ്പോൾ റിവൈസ്ഡ് ഫീസ് സ്ട്രക്ചറൊക്കെ വന്നിട്ടുണ്ട്. അതായത് സെപ്റ്റംബർ 2025 മുതൽ ഫീസ് എല്ലാം കൂടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് ഞാൻ ഇൻ ഡോളറിലും ഇൻ INR വാല്യൂലും ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് 2 കാറ്റഗറി ഓഫ് മെമ്പർഷിപ്പ് ഉണ്ടല്ലേ, സ്റ്റുഡൻറ്റും പ്രൊഫഷണലും. അപ്പോൾ ഈ 2 കാറ്റഗറിയിലും ഫീ ഡിഫറെൻ്റ് ആണ്. ആ ഡീറ്റെയിൽസ് അങ്ങനെ തന്നെ കാണിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ CMA US എങ്ങനെയാണ് സെൽഫ് സ്റ്റഡിയിലൂടെ ഞാൻ കംപ്ലീറ്റ് ചെയ്തെന്നുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഡെഫിനറ്റ്ലി കാണുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം പ്രൊഫഷണൽ മെമ്പർഷിപ്പ് എടുക്കുന്നവരെ സംബന്ധിച്ച് CMA US പഠിക്കാൻ എത്ര രൂപയാവും നോക്കാം. സോ അവരുടെ മെമ്പർഷിപ്പ് വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ 1 വർഷമാണ്. പിന്നെ ഞാൻ ഇന്നത്തെ ഡോളറിന് അഗെയിൻസ്റ്റ് INRൻ്റെ വാല്യൂ വെച്ചിട്ടാണ് ഫീ ഇൻ ടോട്ടലൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. സോ നാളെ ഡോളറിന് അഗെയിൻസ്റ്റുള്ള INR വാല്യൂ മാറുവാണെങ്കിൽ അതിനനുസരിച്ച് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും. സോ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, സോ പ്രൊഫഷണൽ മെമ്പർഷിപ്പ് ആണെങ്കിലും അതിലെന്തുണ്ട്, എൻട്രൻസ് ഫീ ഉണ്ട്. എൻട്രൻസ് ഫീ എന്ന് പറഞ്ഞാൽ $300 ആണ്. അപ്പോൾ $300 അത് INRലോട്ട് വരുമ്പം ഇന്നത്തെ റേറ്റ് അനുസരിച്ച് അത് 26,607 രൂപയാവും. അതുപോലെ പ്രൊഫഷണൽ മെമ്പർഷിപ്പിൻ്റെ അണ്ടറിൽ നമുക്ക് ഓരോ പാർട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം $545 ആണ് ആവുന്നത്. ഓരോ പാർട്ടും എക്സാം ഫീ രജിസ്ട്രേഷനാണ് $545. അപ്പോൾ അതും ഇതുപോലെ INR കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ 48,336 രൂപയാണ് ആവുന്നത്. ഓക്കെ, സോ അത് 2 പാർട്ടിനും സെയിം എമൗണ്ട് ആയിരിക്കും വരുന്നത്. പിന്നെ ഇനി IMA മെമ്പർഷിപ്പ് ഫീ കൊടുക്കണം. അതായത് ഇയർലി മെമ്പർഷിപ്പ് ഫീ ആണല്ലോ പ്രൊഫഷണൽ മെമ്പേഴ്സിന്. സോ അതിന് $295 ആണ് ഇയർലി ഫീ എന്ന് പറയുന്നത്. അത് INRലോട്ട് വരുമ്പം 26,164 ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പാർട്ട് 1 എക്സാം അറ്റൻഡ് ചെയ്യണമെന്നിരിക്കട്ടെ. ആ എക്സാം അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ CMA എൻട്രൻസ് ഫീ അതായത് $300 അതുപോലെ IMA മെമ്പർഷിപ്പ് ഫീ $295 അത് രണ്ടും അടച്ചിട്ടേ അത് കഴിഞ്ഞിട്ടേ നമുക്ക് ഈ എക്സാം രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനിഷ്യൽ കോസ്റ്റ് എന്നുള്ള രീതിയിൽ ഈ 300 + 295 നമുക്ക് ഇനിഷ്യൽ ഫീ ആയിട്ട് കാണാം. അത് കഴിഞ്ഞിട്ട് എക്സാം ഫീ രജിസ്ട്രേഷന് $545 പെർ പാർട്ട് ആവും. ഓക്കെ, സ്റ്റുഡൻറ്റ് മെമ്പർഷിപ്പ് ഫീ നോക്കാം. അതായത് സ്റ്റുഡൻറ്റ് മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ വാലിഡിറ്റി 3 വർഷമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മെമ്പർഷിപ്പ് ഫീ കൊടുക്കുമ്പോൾ 3 വർഷത്തത് ഒരുമിച്ചാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഈ സ്റ്റുഡൻറ്റ് മെമ്പർഷിപ്പ് കാറ്റഗറിയിൽ CMA എൻട്രൻസ് ഫീ എന്ന് പറഞ്ഞ് $225 ആണ് പേ ചെയ്യേണ്ടത്. അതായത് INRൽ വരുമ്പോൾ 19,955. എക്സാം ഫീ ആണെങ്കിൽ ഓരോ പാർട്ടിനും $407 അതായത് 36,097 ആണ് ആവുന്നത്. ഇനി IMA മെമ്പർഷിപ്പ് ഫീ അതായത് ഞാൻ പറഞ്ഞല്ലോ പെർ ഇയർ $49 ആണെങ്കിലും 49 × 3 അതായത് $147 ആണ് നമ്മൾ ഒരുമിച്ച് പേ ചെയ്യേണ്ടത്. അത് ആദ്യത്തെ വർഷം തന്നെയാണ് പേ ചെയ്യുന്നത്. അത് INRൽ വരുമ്പം 13,037 ആണ് ആവുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇവിടെ ഇനിഷ്യൽ ഫീ എത്രയാണ്? 225 + 147 ആണ്. ഞാൻ 147 ഇവിടെ അങ്ങനെ ഡയറക്റ്റ് മാർക്ക് ചെയ്തിട്ടില്ല. അത് 49 × 3 ആണ് 147. ഓക്കെ, അപ്പോൾ 225 + 147 ആണ് നമ്മുടെ ഇനിഷ്യൽ ഫീ എന്ന് പറയുന്നത്. പിന്നെ എക്സാം രജിസ്ട്രേഷൻ ആവുന്ന ഫീ ആണ് 407. അപ്പോൾ ഓരോ എക്സാമും അറ്റൻഡ് ചെയ്യണം, നമുക്ക് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ $407 ആണ് കൊടുക്കുന്നത്. സോ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഈ ടോട്ടൽ INR വാല്യൂ ശരിക്കും മാറിക്കൊണ്ടേയിരിക്കും. അത് ഇതുപോലെ ഡോളറിൻ്റെ ഫ്ലക്ച്വേഷൻസ് INRലോട്ട് വരുന്ന ഫ്ലക്ച്വേഷൻസ് ഉണ്ടല്ലോ. ഇന്നിപ്പോൾ 88.69 ആണ് ആക്ച്വലി കൂടുതലായിട്ടാണ് നിൽക്കുന്നത്. ഇനി ഇത് നാളെ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫീൽ അതുപോലെ ഇളവുണ്ടാവും. സോ നമ്മൾ പേ ചെയ്യുന്നതിന് മുന്നേ ഇതുപോലെ ഫ്ലക്ച്വേഷൻസ് ഒക്കെ ശ്രദ്ധിക്കുക. ഇതുപോലെ അത്യാവശ്യം INRന് കുറച്ച് വാല്യൂ ഉള്ള സമയത്ത് തന്നെ എക്സാം ഫീ രജിസ്റ്റർ ചെയ്യുക, എക്സാം ഫീ ഒക്കെ ചെയ്യുക, പേയ്മെൻ്റ് ഒക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് കുറച്ച് എമൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് ലാഭിക്കാൻ പറ്റും. സോ അതൊക്കെ ശ്രദ്ധിച്ച് എക്സാം രജിസ്ട്രേഷൻ ചെയ്യുക. ഓക്കെ, ഫീസൊക്കെ നല്ലോണം കൂടിയിട്ടുണ്ടല്ലേ. അപ്പോൾ നിങ്ങൾ ഈ എക്സാം എടുക്കുന്നതിന് അതായത് അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേയൊക്കെ നല്ലോണം തീരുമാനിച്ചിട്ട് മാത്രം അറ്റൻഡ് ചെയ്യുക. പിന്നെ മെമ്പർഷിപ്പ് നിങ്ങൾക്ക് എക്സാം ഇപ്പോൾ നിങ്ങൾ ജാനുവരിയിലാണ് എക്സാം എഴുതാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നവംബറൊക്കെ ആകുമ്പോൾ തന്നെ നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്താൽ മതി. ഇല്ലെങ്കിൽ ഡിസംബറിൽ എടുത്താൽ മതി. പിന്നെ നവംബറിൽ എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അത് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഡേറ്റാണോ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത് എന്ന് സ്പെസിഫിക് നിങ്ങൾക്ക്, അതായത് ഫെബ്രുവരി തന്നെ ഡേറ്റ് വേണം എന്ന് നിങ്ങൾക്ക് നിർബന്ധമുണ്ട്. അതായത് ഫെബ്രുവരി ലാസ്റ്റ് വീക്ക് നിങ്ങൾക്ക്
നിർബന്ധമായിട്ടും ഡേറ്റ് കിട്ടണം എന്നൊക്കെയാണ്, അങ്ങനെ ഒരു പ്രയോറിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ നവംബറിൽ മെമ്പർഷിപ്പ് എടുത്തിട്ട് അപ്പോഴേ നിങ്ങൾ ആ ഡേറ്റ് ബ്ലോക്ക് ചെയ്യണം. അല്ല നിങ്ങൾക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ഫെബ്രുവരിയിലോ അല്ലെങ്കിൽ ജനുവരിയിലോ ഏത് ഡേറ്റ് കിട്ടിയാലും മതി എന്നാണ് നിങ്ങൾക്ക്, അങ്ങനെയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കൊരു ഡിസംബറൊക്കെ ആകുമ്പോൾ മെമ്പർഷിപ്പ് എടുത്താൽ മതി, കൂട്ടത്തെ എക്സാം ഫീ ഒക്കെ അടച്ച് അങ്ങനെ നിങ്ങൾക്ക് ഡേറ്റ് എടുത്താൽ മതിയാവും. ഓക്കെ, സോ അപ്പം നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് തീരുമാനിക്കുക. നല്ലോണം പ്രിപ്പയർ ചെയ്തിട്ട് മാത്രം എക്സാം അറ്റൻഡ് ചെയ്യുക. ഈസിയാണ്, 2 പാർട്ടേ ഉള്ളൂ, പഠിക്കാനൊക്കെ വളരെ ഈസിയാണല്ലോ എന്നൊക്കെ ഉള്ള ഒരു തെറ്റിദ്ധാരണയൊക്കെ വെച്ചിട്ട് ഒട്ടും പ്രിപ്പയർഡ് അല്ലാതെ അങ്ങ് ചാടി കയറി എക്സാം അറ്റൻഡ് ചെയ്യാതിരിക്കുക. കാര്യം ചില്ലറ പൈസ എന്നുള്ള പോകുന്നത് നല്ലൊരു എമൗണ്ട് പോകുന്നുണ്ട്. സോ നല്ലോണം പ്രിപ്പയർ ആയി കോൺഫിഡൻ്റ് ആയിട്ട് മാത്രം എക്സാം അറ്റൻഡ് ചെയ്യുക. ഓക്കെ, സോ ബൈ, ഓൾ ദി ബെസ്റ്റ്.